നവംബർ 24 വിശുദ്ധ അന്തോണി ക്ലാരറ്റ്. അന്തോണി ക്ലാരറ്റ് 1707 സ്പെയിനിൽ ദരിദ്രരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. പിതാവ് തുണിനെയ്ത്ത് വ്യാപാരിയായിരുന്നു. അന്തോണി കുയത്തോൽ ചെയ്ത പിതാവിനെ സഹായിക്കുകയും ഒഴിവു നേരങ്ങളിൽ ലത്തീൻ ഭാഷയെ മുതിർന്നവധി അഭ്യസിക്കുകയും ചെയ്തു. 22ാമത്തെ വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. 1835 വൈദികരായി വിദേശ മിഷൻ രംഗങ്ങളിൽ പ്രവർത്തിക്കാമെന്ന ആഗ്രഹത്തോടെ ജോസഫിക് സഭയിൽ ചേർന്നു. എന്നാൽ പെട്ടെന്ന് ആരോഗ്യം ഹേറ്റുകൊണ്ട് സ്പെയിനിലേക്ക് മടങ്ങിയ സദൃശയുടെ താഴ്മ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ധാരാളം ധ്യാനയോഗങ്ങൾ വിളിച്ചുകൂട്ടുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തതിന്റെ ഫലമായി സ്പെയിനിൽ ഉടനീളം നവചൈതന്യ ദൃശ്യമായി ഏതാനും വൈദികർ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ സന്നദ്ധരായി. അവരുടെ സഹകരണത്തോടെ മറിയത്തിന്റെ വിമല വ്യാസമാർ എന്ന വിഷയമാകട്ടെ ആ സംഘം രൂപീകരിച്ചു. അന്തോണി ക്ലാരറ്റ് രൂപീകരിച്ചത് കൊണ്ട് ആ സംഘം ക്രൈസ്ത്യൻസ് എന്ന് പിൻകാലത്തറിയപ്പെട്ടു. രൂപയിലെ സാന്ത്വലോക രൂപതയുടെ മിത്രനായി നിയമിതനായി. അദ്ദേഹത്തിന്റെ പ്രവർത്തന പലരുടെയും വിദ്വേഷത്തിന് കാരണമായി. ഒരു കൊലയാളി ഒരിക്കൽ അദ്ദേഹത്തെ കുത്തി മുറിവേൽപ്പിച്ചു. 1857 അന്തോണി സ്പെയിനിലേക്ക് മടങ്ങി. പ്രവചിക്കാനും രോഗങ്ങൾ ശമിപ്പിക്കാനും മറ്റുമുള്ള ദിവ്യസിദ്ധികളാൽ അന്തോണി അനുഗ്രഹീതനായിരുന്നു. 1807 അദ്ദേഹം മരണമടഞ്ഞു. 1950 വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ആശ്രയിച്ച ഹൃദയ പരിമാർത്തയോടെ അവിടുത്തെ അന്വേഷിക്കുന്നവർ അത്ര വേഗം തെറ്റിൽ വീഴുകയില്ല എന്ന് ആന്റണിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു.